ഇല്ല ആള് ഡയറക്ടർ, മറ്റേ അവതാറിന്റെ ഡയറക്ടർ. അയാൾ 7 കൊല്ലം എടുത്തു ആ സാധനം ഉണ്ടാക്കാൻ. ഏത് അയാൾ പോയ സാധനം അയാൾ തന്നെ ഡിസൈൻ ചെയ്ത് ഒരു എഞ്ചിനീയറുമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ 7 കൊല്ലം ഡിസൈൻ ചെയ്തിട്ട് അത് ഓഷൻ ഗേറ്റ് അല്ല അയാള്. ഓഷൻ ഗേറ്റ് വേറെ. ഓഷൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൂറിസ്റ്റ് കമ്പനിയാ. ഇതായത് ഈ ഭയങ്കര പൈസ ഈ ഭയങ്കര പൈസ ഉള്ളവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ കടലിന്റെ അടിയിൽ പോയിട്ട് കാഴ്ചകൾ കാണിക്കുന്നത്. അയാൾ ഭയങ്കര ബുദ്ധിയാണ്. അയാൾ ഒരു എഞ്ചിനീയറും കൂടെ ചേർന്നുണ്ടാക്കിയതാണ് അയാൾ പോയ ഇത് ഡീപ് ഡൈവ് ചെയ്യുന്ന മെഷീൻ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ MVD പെർമിഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലേവലിന്റെ പെർമിഷൻ ഉണ്ടാവില്ല, പോകാൻ പറ്റൂല. 12 കിലോമീറ്റർ അടിയിൽ ഒരു മീറ്റർ സ്ക്വയർ അല്ലേ, അതായത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും കാണും. 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയയില് 10 ആനയുടെ വെയിറ്റ് വെച്ച് അത്രയും പവറാണ്. കാരണം ഈ അടിയിലോട്ട് പോകുമ്പോഴറിയാം പ്രഷർ. നമ്മൾ ഈ അടിയിലോട്ട് കൂടുതൽ പോകുമ്പോൾ നമ്മുടെ തലയിൽ അതാ പറഞ്ഞത്, ഒരു അത്രയും ഒരു ഏരിയയിൽ 10 ആനയുടെ വെയിറ്റ് ഇടുന്ന അത്രയും പവറാണ് അവിടെ. ആ വെള്ളം ഞെക്കുന്ന ഫോഴ്സ്, ചുറ്റും ഇങ്ങനെ വെള്ളം ഞെക്കിട്ട്. ഇപ്പൊ ഈ പറഞ്ഞ ടൈറ്റാൻ സബ്മറൈന് പറയുന്നവരെന്ന് വെച്ചാൽ എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ ഇംപ്ലോഡ് ആണ്. ഇംപ്ലോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചളങ്ങിയില്ലാണ്ടായി. അതിന്റെ അകത്തുള്ളവര് മരിച്ച പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ 1 മിനിറ്റ് ഇരുന്ന് അവരിപ്പോ ലേറ്റസ്റ്റ് റിസർച്ച് പറഞ്ഞിട്ടില്ലേ, ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് മരിക്കുന്ന മുന്നേ ആയിട്ട് ഒരു 53 അല്ലെങ്കിൽ 1 മിനിറ്റ് മുന്നേ അറിഞ്ഞിരുന്നു മരണം സംഭവിക്കാൻ ഇല്ല. അല്ല ഇങ്ങനെ ശബ്ദം അല്ല, അതിങ്ങനെ ഊഹമാണ്. ഇതിങ്ങനെ ഹള്ളിങ്ങനെ ഇതിന്റെ ഹള്ളില്ലേ ഇതിന്റെ ഇങ്ങനെ ടക്ക് ടക്ക് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം ചിലപ്പോ കേട്ടിരിക്കാന്നോ. അങ്ങനെയാണെങ്കിൽ അവര് ഭയങ്കര പേടിച്ച. അല്ലാതെ മറ്റേ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഈ കയ്യിലോട്ട് സിഗ്നൽ വരാൻ എങ്ങാണ്ട് 0.018 സെക്കൻഡ്സ് ആണ് സിഗ്നൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം. അതിന്റെ പകുതി സമയം ഇത് ചളങ്ങി പോകാനെടുത്തു. അതായത് മരണം പോലും അറിഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ 1 സെക്കൻഡ് ഇങ്ങനെ ഇരുന്ന് നമ്മൾ അടുത്ത സെക്കൻഡ് നമ്മളില്ല, ഒന്നുമില്ല, തകർന്ന് തരിപ്പണമായി പോയി. ഈ മറ്റേ ജ്യൂസ് അടിക്കുന്ന പോലത്തെ അവസ്ഥയും ഇതില്ല. മറ്റേ ടക്ക് ടക്ക് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളെന്താ ഹൈ ടെക്നോളജി ആണ്, അതുകൊണ്ട് ഒരു വിശ്വസിക്കില്ല, അത് തകരാൻ പോകണ്ടെന്ന് വിശ്വസിക്കില്ല. ആ ടക്ക് ടക്ക് കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാമെന്നൊക്കെ ഇവര് പറയല്ലേ, നമുക്കറിയത്തില്ലല്ലോ അതിന്റെ അടിയിൽ എന്താ നടന്നത്. അവര് 4 അടി പോയി. അപ്പൊ തന്നെ ഒരു ശബ്ദം, വലിയ ശബ്ദം കേട്ടി. US അല്ല ന്യൂ ഫൗണ്ട്ലാൻഡിൽ 400 കിലോമീറ്റർ പുറത്തോട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അവിടെ. അപ്പോൾ ഈ US മിലിറ്ററി ഇതിന്റെ അടിയിൽ എന്തോ ഒരു സംഭവം, പൈപ്പല്ല, എന്തോ സോണാർ എന്തോ ഒരു ഇതിട്ടിട്ടുണ്ട് ഈ മറ്റേ ഇതിനെയൊക്കെ മിലിറ്ററി വരെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ അകത്തൊരു ശബ്ദം കേട്ടു. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പോയ സമയത്ത് ഒരു വലിയ എക്സ്പ്ലോഷൻ ശബ്ദം കേട്ടു, ഇങ്ങനെ ടപ്പെന്ന് പറഞ്ഞിട്ട് ഇംപ്ലോഷൻ സംഭവിച്ചു. അപ്പോൾ ആ ശബ്ദവും ഇതും എല്ലാം കൂടെ കൂട്ടി ഇവര് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചളങ്ങി പോയിന്നാ. അല്ലാതെ ഇത് ലൈവായിട്ടായിരിക്കും കാണുന്നില്ല. ഇവർക്ക് ആ സിഗ്നലും അതും ഇതും ബാക്കപ്പ് സിസ്റ്റവും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോയി. പിന്നെ ഈ ശബ്ദവും കേട്ടു. അപ്പൊ ഇവര് ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ ഇതാണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കി. ഇനി എന്തായാലും ഇനി ആൾക്കാർ കൂടുതൽ ആവശ്യത്തോടെ കൂടും. ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ഒരാൾ മരണോട്ട്. അയാൾ ഒരുപാട് എക്സ്പ്ലോറേഴ്സ് ആണ്. ഇപ്പൊ ഈ എക്സ്പ്ലോറിൽ പോയില്ല, മരണപ്പെട്ടില്ല. അതിൽ ഒരു ഫ്രാൻസുകാരെ ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ഉണ്ട്, 70 വയസ്സ് എടുപ്പിച്ച. അയാള് പലവട്ടം പോയിട്ടുള്ള ആളാണ്, എക്സ്പെർട്ട് ആണ്. അയാൾക്ക് പക്ഷെ ഇത് താല്പര്യമില്ലായിരുന്നു. അതെന്റെ ആരാണ്ട് ഇത് പോയിട്ട് എന്തോ ഇത് ചെയ്യാൻ വേണ്ടി പോയതാ. പുള്ളി എന്തോ നോക്കാനോ അങ്ങോട്ട് പോയതാ. കൊച്ചു പയ്യനുണ്ട്, ഇത് മറ്റേ ടൈറ്റാനിക്കിന്റെ ഒരു സാധാ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു സാധാരണ ഒരു ടൂറിസ്റ്റുകാരന് പറ്റുന്ന ഒരു സംഭവമാണോ ഈ ലോകത്തിൽ എത്ര പേർക്ക് പറ്റും അവിടെ? വൈഫ് പറയട്ടോ, പിന്നെ ഇത് കേട്ടപ്പോ എനിക്കും പോണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാ ഉണ്ടെങ്കിൽ ഞാന് എന്റെ ലോകം മൊത്തം കറക്കാം. ആ പൈസ ഉണ്ടെങ്കിലേ ലോകം മൊത്തം കറക്കാം, ഞാൻ ജോലി നിർത്തി പോകുന്ന പറഞ്ഞു. അയ്യോ, അവിടെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സംഭവമല്ലോ ടൈറ്റാനിക്കിന്റെ അടുത്ത്. എനിക്ക് ഒരു ആവശ്യമുള്ള ഞാൻ അതിന് പകരം എന്ത് ചെയ്യോ, വീഡിയോ കണ്ടിട്ട്. ഓരോരുത്തരും ഓരോ ഇതല്ലേ. ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിലോമീറ്റർ ഉണ്ട്.
നവാസ് കോശി ഹാലിഫാക്സിൽ അടക്കം ചെയ്ത കുറെ ഡെഡ് ബോഡീസ് ഉണ്ടല്ലോ. എവിടെ എന്ത് അല്ല കാനഡയിലെ ഹാലിഫാക്സിൽ അടക്കം ചെയ്ത് അടക്കം ചെയ്തൊന്നുമില്ല, ഒന്നും കിട്ടിയടാ. അല്ല അതിന്റെ മറ്റേ കിട്ടിയ ബോഡി ഇല്ല, മറ്റേ ഇതും അതിന്റെ മറ്റേ ഒരു പീസും പിന്നെ എന്താണ് കപ്പല് കടലിലടിയല്ലേ ഇപ്പോഴും. അല്ല ഡെഡ് ബോഡീസ് ഉണ്ടല്ലോ, ഡെഡ് ബോഡീസ് എന്ത് ആ അവരുടെ ഓ അതെ ടൈറ്റാനിക്കിന്ന് മരിച്ചവരുടെ 12 കൊല്ലം കഴിഞ്ഞു. 1912 ഏപ്രിൽ. അയാൾ അതില് ഇത് കണ്ടോ സർവൈവേഴ്സ് ഇന്റർവ്യൂസ് ഉണ്ട്. അയാള് അവര് പെട്ടുപോയ ആൾക്കാരുണ്ട്. അതിൽ കൊച്ചുകുട്ടി ഏറ്റവും ജനിച്ച ഒരു കൊച്ചുകുട്ടിയുണ്ട്. അയാൾ ആ അമ്മച്ചിയാണ് ഇപ്പം വയസ്സായ മരുന്ന് 2010 സി ആണോ ആ കവർ ഒന്ന് ഊരിട്ട് കുത്തണേ. ഇതല്ല സി 30 വിട്ടാര് അല്ല മേളിലല്ല താഴെ സി ആണോ. അല്ല നമ്മൾ പെട്ടെന്ന് എത്തിക്കണം. അയ്യോടാ അതെ ഇങ്ങനെ തന്നെ കിട്ടുമല്ലോ. ഫോക്കസ് എന്താണ് അല്ലല്ല കറക്റ്റ് ഇനി അതിലൊന്ന് ഞെക്കിയാ മതി. എടാ അർജുൻ അപ്പോഴേ നീ അതുപോലെ മാക്സിമം വിസ കിട്ടി നമുക്ക് 25-ാം തീയതി മുമ്പ് വിടാം. അതിനുള്ളിൽ കിട്ടാനൊന്ന് പ്രാർത്ഥിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഓഫായി പോയി സാധനം ഓഫായി. ജോർബൈ ആ അഡ്രസ് എന്ന് വെച്ചേ നമ്മൾ എത്താറങ്ങാണ്ടായി 50-30 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. ഐഫോൺ അവസാനം പെട്ടോണ്ടാ ചാർജ് അല്ല ഇങ്ങനെ പ്ലാൻ ഇട്ടാല് ആർക്കെങ്കിലും അറിയില്ല നയാഗ്രയിൽ സ്റ്റേ ചെയ്താലോ നൈറ്റില് അത് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. സ്റ്റേ ചെയ്യാ രാവിലെ നിൽക്കാം. കാരണം വെച്ചിട്ടുണ്ടോ അല്ലല്ല ഒന്ന് ഇടടാ ഏത് ഇന്ത്യൻ നമ്പറിലാ കിട്ടി. ഇല്ല ആരോടും പറയണ്ട. അതായത് ഇപ്പൊ നമ്മള് ഇറങ്ങി കിട്ടിയ സമയാണ്. പോണെങ്കിൽ പോവാ. ഞാൻ റെഡിയാ. പക്ഷെ നല്ല ചെലവാണ്. നല്ല പൈസ ചെലവുണ്ട്. നല്ല ഉണ്ടോ ആൾക്കൊരു എത്ര കണ്ടി ഡെപ്പോസിറ്റ് വിടണം. $500. വണ്ടി കിടന്നുറങ്ങിയുള്ള അവസ്ഥ എന്താ? റിസ്ക് ആണോ? മൂത്രമൊഴിക്കുന്നതിന്റെ അല്ല വേറൊരു കാര്യമുണ്ട് ബ്രോ. ഈ നൈഗ്രയില് മെയിൻ ആയിട്ട് കാണാൻ എനിക്ക് മനസ്സിലായ സംഭവം ഒരു എന്താ പറയാ നമ്മളിപ്പോ ഇറങ്ങിയോണ്ട് 4 ബാച്ചിലേഴ്സ് ആണ്. എന്തും ചെയ്യാൻ പറ്റും. അതായത് ഫ്രീ മൈൻഡ് ആയിട്ട്. കാരണം ഇനി നാളെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകാൻ തന്നെ നടക്കുന്നതല്ല. പ്ലാൻ ചെയ്താല് ഇതായി പോകും. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ഉണ്ടോ, ജോർബയുടെ കാര്യത്തിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ല നടക്കും. പക്ഷെ എന്താണെന്നാല് പിന്നെ അതിന് വേണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. അതിന് കാണുന്നുണ്ട് ആൾക്കാർ എത്ര ആൾക്കാർ ഉണ്ടാവും ഉണ്ടാവും പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എന്നാകുമ്പോ പോവാ നൈറ്റിൽ അവിടെ സ്റ്റേ ചെയ്യാം. വണ്ടി സ്റ്റേ ചെയ്താലും കിടന്നുറങ്ങാനൊന്നും വിഷയമില്ലല്ലോ. എന്നിട്ട് രാവിലെ തിരിച്ചു പോരുന്ന രീതിയിൽ വരാം. ജവറിനെന്താ അർജുന് എനിക്ക് നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് അവിടെ തിരിച്ചെത്തും ചെയ്യാം. അത് വേണോ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് വേറൊരു പ്രശ്നം വെച്ചാൽ ടയേർഡിന്റെ അല്ല കാശിന്റെ ചെലവ് കാശിന്റെ കാരണം പെട്രോള് ഫുഡ് മാത്രല്ലേ അവിടെ നിക്കണ്ട. മീൻസ്